കറുപ്പുസ്വാമി. മധുരയിലെ പ്രശസ്തമായ അഴകർ കോവിലിന്റെ പടികളിൽ കറുപ്പസ്വാമി കാവൽ നിൽക്കുന്നതിന് പിന്നിൽ ശക്തമായ ഒരു ഐതിഹ്യം കൂടിയുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഒരു രാജാവ് അഴകരുടെ, അതായത് വിഷ്ണുവിന്റെ വിഗ്രഹം മോഷ്ടിക്കാൻ മന്ത്രവാദികളായ 18 പേരെ അയച്ചു. അവർക്കൊപ്പം കാവലായി വന്ന വലിയൊരു യോദ്ധാവായിരുന്നു കറുപ്പൻ. എന്നാൽ കോവിലിലെത്തിയ കറുപ്പൻ അഴകരുടെ ദിവ്യരൂപത്തിൽ ഭ്രമിച്ച് അവിടെ തന്നെ നിന്നുപോയി. സൂത്രക്കാരായ തദ്ദേശീയർ ആ 18 മന്ത്രവാദികളെ പിടികൂടി കോവിലിന്റെ പ്രധാന വാതിലിന് മുന്നിൽ കുഴിച്ചുമൂടി 18 പടികളാക്കി മാറ്റി. തന്നെ ചതിച്ച മന്ത്രവാദികളുടെ മുകളിൽ ചവിട്ടി നിൽക്കാൻ കറുപ്പൻ ആ 18ാം പടിയുടെ കാവൽക്കാരനായി മാറി. ഇപ്പോഴും മധുരയിലെ ഏത് അമ്പലങ്ങളുടെ ഉത്സവങ്ങളുടെ ഘോഷയാത്രകൾക്ക് മുൻപിൽ പ്രതീകാത്മകമായി ആദ്യം മാർച്ച് ചെയ്യുന്നത് ഈ പടനായകനാണ്, അതായത് നമ്മുടെ കറുപ്പസ്വാമി. ഇനിയും കറുപ്പസ്വാമിക്ക് കേരളവുമായി ഒരു ബന്ധമുണ്ട്. ശബരിമലയുമായുള്ള ബന്ധമാണത്. കറുപ്പസ്വാമി വെറും ഒരു അതിർത്തി കാവൽക്കാരൻ മാത്രമല്ല, ശബരിമല അയ്യപ്പന്റെ, അതായത് ശാസ്താവിന്റെ വിശ്വസ്തനായ സേനാധിപതി കൂടിയാണ്. ശബരിമലയിലേക്ക് കെട്ടുനിറച്ചു പോകുന്ന ഓരോ തീർത്ഥാടകനും എരുമേലിയിലെ പേട്ടതുള്ളൽ കഴിഞ്ഞാൽ ആദ്യം ദർശനം നടത്തുന്നത് എരുവേലി കറുപ്പസ്വാമി കോവിലാണ്. അവിടെ കറുപ്പസ്വാമിക്കും കറുപ്പായി അമ്മയ്ക്കും നാളികേരവും കർപ്പൂരവും അർപ്പിച്ചാണ് ഭക്തർ മല കയറാൻ അനുവാദം ചോദിക്കുന്നത്. ശബരിമലയിലെ പ്രസിദ്ധമായ 18ാം പടിയുടെ താഴെ ഇടതുഭാഗത്തായി കയ്യിൽ വാളുമേന്തി കാവൽ നിൽക്കുന്ന കറുപ്പന്റെ സന്നിധിയും. പടി കയറി മുകളിലേക്ക് പോകുന്ന ഭക്തർക്ക് യാതൊരുവിധ ദോഷങ്ങളും ബാധിക്കാതിരിക്കാൻ താഴെ കാവൽ നിൽക്കുന്ന വിശ്വസ്തനായ ബോഡി ഗാർഡാണ് അദ്ദേഹമെന്ന് അവർ വിശ്വസിക്കുന്നു. മലമുകളിലെ ശാസ്താവ് തത്വമസിയുടെ സ്വാത്വിക ഭാവമാണെങ്കിൽ കാട്ടിലെയും നാട്ടിലെയും ദുഷ്ടശക്തികളെ അടിച്ചമർത്തുന്ന രൗദ്രഭാവമാണ് കറുപ്പൻ. ശരിക്കും പറഞ്ഞാൽ കറുപ്പസ്വാമിക്ക് വെറും ഒരു ഭാവം മാത്രമല്ല ഉള്ളത്. 21 ഭാവങ്ങളിലാണ് കറുപ്പസ്വാമി മണ്ണിൽ ജീവിക്കുന്നത്. കാടുകളിൽ വേട്ടനായ്ക്കളുമായി ഇറങ്ങുന്ന വേട്ടേക്കറുപ്പൻ, കോട്ടകൾ കാക്കുന്ന കോട്ടേക്കറുപ്പൻ, അതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന രൂപമാണ് സംഗിലിക്കറുപ്പൻ. സംഗിലിക്കറുപ്പന്റെ വാളുകൾക്ക് മനുഷ്യന്റെ മാംസം മാത്രമേ മുറിക്കാൻ കഴിയൂ. എന്നാൽ കറുപ്പസ്വാമിയുടെ കയ്യിൽ ഒരു ചങ്ങലയുണ്ട്. ആ ചങ്ങലകൾ പ്രപഞ്ചത്തിലെ ഇരുണ്ട ശക്തികളെയും ദുരാത്മാക്കളെയും മനുഷ്യന്റെ മനസ്സിലെ നെഗറ്റീവ് ഊർജ്ജങ്ങളെയുമാണ് കെട്ടിയിടുന്നത്. ഗ്രാമങ്ങളിലെ ഉത്സവരാത്രികളിൽ ഉടുക്കിന്റെയും പമ്പ എന്ന വാദ്യത്തിനെയും താളം മുറുകുമ്പോൾ കോടങ്കി എന്ന രൂപത്തിലേക്ക് കറുപ്പസ്വാമിയുടെ ആത്മാവ് ആവാഹിക്കപ്പെടുമെന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. ഈ അവസ്ഥയിൽ തിളയ്ക്കുന്ന എണ്ണയിൽ കൈയിടാനും മൂർച്ചയുള്ള കൊടുവാളിന്മേൽ നടക്കാനും അവർക്ക് കഴിയുന്നുവെന്നാണ് വിശ്വാസം. ഈ സമയം തന്നെയാണ് ഭക്തർ തങ്ങളെ ചതിച്ചവരുടെ പേരുകൾ പറഞ്ഞ് നീതിക്കായി കരയുമ്പോൾ കറുപ്പസ്വാമി വെളിച്ചപ്പാടിലേക്ക് കയറി വെളിച്ചപ്പാട് ജനങ്ങൾക്ക് ഉത്തരം നൽകുന്നു. ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നുള്ള ഉത്തരം. അവൻ പൊൻകോവിലുകളിൽ ഇരിക്കാറില്ല, പട്ടുടുക്കാറില്ല, സുഗന്ധമുള്ള പൂക്കൾ ചോദിക്കാറില്ല. കയ്യിൽ ഒരു കൊടുവാളുമായി കരിനിഴൽ വീണ ഇരുട്ടിൽ അവൻ കാത്തു നിൽക്കുന്നു. അർദ്ധരാത്രിയിൽ തങ്ങളെ കാക്കാൻ കറുപ്പസ്വാമി തന്റെ കാവൽ വാഹനമായ വെള്ള കുതിരപ്പുറത്ത് വായുവിലൂടെ പറന്നെത്തുമെന്ന് ഗ്രാമവാസികൾ ആഴത്തിൽ വിശ്വസിക്കുന്നു. തങ്ങളെ കാക്കുന്ന ആ ദൈവത്തോടുള്ള സ്നേഹവും നന്ദിയുമാണ് കോവിലുകൾക്ക് മുന്നിൽ ഭീമാകരമായ മൺകുതിരകൾ സ്ഥാപിച്ച് അവർ ആഘോഷിക്കും.